കേരളത്തെ ഞെട്ടിച്ച ഒരു തിരോധാന കേസ് ഇപ്പോൾ ഒരു പരമ്പര കൊലപാതകത്തിന്റെ ചുരുളഴിയുന്ന ഭീകരമായ അധ്യായമായി മാറിയിരിക്കുന്നു. ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണമാണ് ഈ വഴിത്തിരിവിന് കാരണം. പള്ളിപ്പുറം സ്വദേശിയായ സെബാസ്റ്റ്യൻ എന്നയാൾക്ക് ഈ കേസുകളിലുള്ള പങ്ക് വ്യക്തമാക്കുന്ന നിർണായക ഫോറൻസിക് തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 2024 ഡിസംബർ 23-നാണ് ജൈനമ്മ എന്ന 48-കാരിയെ കാണാതാകുന്നത്. കോട്ടയം അതിരമ്പുഴ കോട്ടമുറി കാലായിൽ വീട്ടിൽ മാത്യുവിന്റെ ഭാര്യയായ ജൈനമ്മയെ കാണാതായപ്പോൾ ഭർത്താവ് ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകി. ജൈനമ്മ സ്ഥിരമായി ധ്യാന കേന്ദ്രങ്ങളിൽ പോവുകയും താമസിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഒരു സാധാരണ തിരോധാന കേസായാണ് പോലീസ് ഇതിനെ കണ്ടത്. എന്നാൽ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതോടെയാണ് സംഭവത്തിന്റെ ഭീകരത പുറത്തു വരാൻ തുടങ്ങിയത്. ജൈനമ്മയുടെ സാമ്പത്തിക ഇടപാടുകളും സൗഹൃദങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ എന്നയാളിലേക്ക് അന്വേഷണം എത്തി. തുടർന്ന് ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുറിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തുകയായിരുന്നു. ഈ രക്തക്കറയുടെ സാമ്പിളുകൾ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. ഈ രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. ഇത് ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനത്തിന് കൂടുതൽ ബലം നൽകുന്നു. കേസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ സെബാസ്റ്റ്യൻ ഒരു കൊലപാതകത്തിൽ മാത്രം ഒതുങ്ങില്ലെന്ന സംശയം ക്രൈംബ്രാഞ്ചിനുണ്ടായി. ഈ സംശയം ശരിവെക്കുന്ന തെളിവുകളും അന്വേഷണത്തിൽ കണ്ടെത്തി. ജൈനമ്മയുടെ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യൻ വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ ജൈനമ്മയുടേതാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഇത് സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടാണ് സെബാസ്റ്റ്യൻ ജൈനമ്മയെ കൊലപ്പെടുത്തിയത് എന്ന നിഗമനത്തിന് ശക്തി നൽകി. അന്വേഷണം കൂടുതൽ ആഴങ്ങളിലേക്ക് പോയപ്പോൾ സെബാസ്റ്റ്യന്റെ ജീവിതത്തിൽ ദുരൂഹ സാഹചര്യങ്ങൾ കാണാതായ 3 സ്ത്രീകളുണ്ടെന്ന് ക്രൈംബ്രാഞ്ചിന് മനസ്സിലായി. കടക്കരപ്പള്ളി സ്വദേശിനിയായ ബിന്ദു പത്മനാഭന്റെ സ്വത്ത് കൈവശപ്പെടുത്തി വിറ്റ കേസിലാണ് സെബാസ്റ്റ്യൻ മുന്നേ അറസ്റ്റിലായത്. ബിന്ദുവിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് അന്ന് പരാതി ഉണ്ടായിരുന്നുവെങ്കിലും തെളിവുകൾ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ ഈ കേസിലേക്ക് വെളിച്ചം വീശുന്നു. ബിന്ദുവിനെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതെന്നാണ് ഈ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. നെടുമങ്ങാട് സ്വദേശിനിയായ ഐഷയെ കാണാതായ കേസിലും സെബാസ്റ്റ്യന്റെ പങ്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട്. ഈ 3 സ്ത്രീകളെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് യാദൃച്ഛികമല്ലെന്നും ഇവർ 3 പേരും കൊല്ലപ്പെട്ടിരിക്കാമെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. ഈ 3 കേസുകളിലും പൊതുവായുള്ള ഒരു ഘടകം സെബാസ്റ്റ്യനാണ്. ജൈനമ്മയുടെ കേസിൽ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ അന്വേഷണ സംഘം ചില ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇത് കാണാതായ സ്ത്രീകളിൽ ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ ഈ അവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഈ ഫലം വരുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരും. ഒരു പക്ഷേ ഈ അവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതല്ലെങ്കിൽ അത് ഈ 3 സ്ത്രീകളിൽ ഒരാളുടേതാകാനോ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയ മറ്റൊരു വ്യക്തിയുടേതാകാനോ സാധ്യതയുണ്ടെന്ന് അന്വേഷണ സംഘം കരുതുന്നു. വർഷങ്ങൾ പഴക്കമുള്ള കേസായതിനാൽ ബിന്ദുവിന്റെയും ഐഷയുടെയും തിരോധാനത്തിൽ വ്യക്തമായ തെളിവുകൾ കണ്ടെത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ വെല്ലുവിളിയാണ്. വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച ശരീരാവശിഷ്ടങ്ങളുടെ ഫലം വരാൻ വൈകുന്നത് അന്വേഷണത്തെ ബാധിക്കുന്നു. സെബാസ്റ്റ്യൻ കൂടുതൽ പേരെ അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ഈ സാധ്യതയും അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നില്ല. സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ടുകളുടെയും DNA ഫലത്തിന്റെയും അടിസ്ഥാനത്തിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങും. കേരളത്തിലെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമായി മാറിയേക്കാവുന്ന ഈ കേസിന്റെ തുടർന്നുള്ള വിവരങ്ങൾക്കായി കേരളം കാത്തിരിക്കുകയാണ്.